കൂട്ടുകാരനെയും കുടുംബത്തെയും തേടിയാണ് ശരത്ത് ചൂരൽമലയിലേക്ക് എത്തിയത്. തെരച്ചിലിന്റെ ഭാഗമായത്. മണ്ണ് മൂടപ്പെട്ട ദുരന്തഭൂമിയിൽ പ്രിയപ്പെട്ടവരുണ്ടാകും എന്നാണ് ശരത്തിന്റെ പ്രതീക്ഷ. ഇത് ശരത്താണ് നമ്മൾക്കൊപ്പമുള്ള ഈ യുവാവ്. ഇവിടെ വന്നിരിക്കുന്നത് ക്യാമ്പിൽ നിന്നാണ്. ക്യാമ്പിൽ നിന്ന് ഇവിടെ വന്ന് ഈ സ്ഥലത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയും ഈ സ്ഥലത്തെ ആൾക്കാരെയും മറ്റും തിരിച്ചറിയുന്നതിന് വേണ്ടിയുമാണ് വന്നിട്ടുള്ളത്. ഈ പരിശോധനകൾ കഴിഞ്ഞോ? ഇല്ല, പരിശോധന കഴിയാറിന് ഇപ്പം ഇവർ ഇവിടെ തിരഞ്ഞിട്ടില്ല. കാരണം ഇവർക്ക് അറിയില്ല, ഇവർ പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിണ്ടാവുന്ന. പക്ഷെ നമുക്കൊരു വിശ്വാസമാണ്, കാരണം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കാരണം ഇവിടെ അടുപ്പിച്ച് വീടുകളായിരുന്നു. കാരണം ആ ടൈമിലൊക്കെ ഇവിടെ 10-11 പേര് വെച്ച് ഓരോ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ ഇപ്പോൾ വന്ന മണ്ണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഞങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ വന്നത്. ഇത് കുഴിച്ച് തെരയണം എന്ന ആവശ്യം? അതെ, ആവശ്യമുണ്ട്. കാരണം പലരും ഇപ്പം കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ 60ഓളം ആൾക്കാർ കാണാണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവർ പറഞ്ഞ അവിടെ നിന്ന് കിട്ടിയവിടെ നിന്ന് തെരച്ചിൽ കൂടിയിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം കുറച്ചും കൂടെ തെരയണം വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത് ഇവരോട് പറഞ്ഞോ? റവന്യൂ വകുപ്പിനോടും പോലീസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഇറ്റാച്ചും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ബാക്കി തെരച്ചിൽ ഇവിടെ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൂറ്റൻ കല്ലുകളും ഇതൊക്കെ തന്നെയാണ്, എന്നാലും തെരയണം. കാരണം ഇതിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം ഇത്രയും മണ്ണും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ പല ഒലിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും എവിടെയെങ്കിലും ഇവിടെ ഉണ്ടാവണം ഒന്ന് തെരയാ വിചാരിച്ചിട്ടാണ്. 131 ആളെ കുറിച്ച് പൊതുവിൽ തന്നെ വിവരമില്ല. അപ്പൊ അതിൽ നിങ്ങളിപ്പം പറയുന്ന 60-ലധികം ആൾക്കാർ ഇവിടെ ഉള്ളവർ തന്നെയാണ്. കാരണം ഇവിടെ അടുപ്പിച്ച് വീടുകൾ, ഈ ഓരോ വീട്ടിലും 10 പേര് 11 പേരൊക്കെ ആയിട്ട് നിന്നുണ്ടായത്. അപ്പൊ ഇവിടുന്ന് ഏത് സാഹചര്യത്തിൽ അതെ, ഇതൊക്കെ വീടുള്ള സ്ഥലങ്ങളായിരുന്നു. ഇവിടെയൊക്കെ ഒരു വീടായിരുന്നേ. അപ്പോൾ ഈ വീട്ടിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട് ഇത്. ഇവിടെ 11 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും പോയി. 4-5 പേരെ കിട്ടിയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളവരൊക്കെ കിട്ടാനാണ്. ഇവിടെ എവിടെയും തന്നെ ഒന്നും കൂടെ തെരച്ചിൽ, ഈ കുന്നൊന്നും തിരഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നോട്ടത്തിൽ ഇവിടെ എവിടെയും തിരഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടേക്ക് ഒന്നും കൂടെ തിരഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വീട് ക്യാമ്പിൽ നിന്ന് വന്നവരുണ്ട്. ഈ വീട്ടിൽ എൻ്റെ ഒരു ഫാമിലി വന്നിട്ട് അവരൊക്കെ വന്നിട്ടുണ്ട്. കുറേ പേര് ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് നമുക്കറിയാം. ഇപ്പൊ ഇവര് ഓടി രക്ഷപ്പെടാനായാലും ഇപ്പൊ ഒരു വീട് പൊട്ടി എവിടെ താഴ്ന്നുണ്ടാവും. അപ്പൊ ആൾക്കാർ വിളിക്കണല്ലോ. അതെ, തീർച്ചയായിട്ടും. ആ ഒരു കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ നിരങ്ങിയിട്ടായാലും ഞങ്ങളുടെ അടുത്ത് എത്തിണ്ടാവും. പോയവരെന്നെ ആയിരിക്കും. കാരണം ആരെയും ഒരാൾ ജീവനോടുണ്ടെങ്കിൽ എത്തിണ്ടാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ വീട് പോയി ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ കൂട്ടുകാരൻ്റെ വീട് എവിടെയാണെന്ന് പോലും അറിയില്ല. ഞങ്ങൾ വന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തതൊക്കെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓരോ ഭാഗം, നമ്മൾ കളിച്ചു വളർന്ന സ്ഥലങ്ങളല്ലേ, നമുക്കറിയാം ഇവിടെ ഏതാണ് എങ്ങനെയാന്ന്. ശരത്ത് പറയുന്നത് കുറെ കൂടി നമ്മളെ പേടിപ്പിക്കുന്ന അനുഭവമാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ജീവന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. കാരണം അത്രമാത്രം ബന്ധമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നാണ്. ഞാൻ ക്യാമറമാനൊക്കെ നിൽക്കുന്ന ഈ പ്രദേശം എല്ലാം തന്നെ വീടുകളുള്ള പ്രദേശമാണ് എന്നാണ് ശരത്ത് ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് വന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്.